ഞാൻ ഏറെ ഒരു സങ്കട അവസ്ഥയിലൂടെ എൻ്റെ വണ്ടി ഒന്ന് ആക്സിഡൻ്റായി. നേരെ നിൽക്കാനൊന്നും പറ്റുന്ന സിറ്റുവേഷനൊന്നും ആയിരുന്നു. ഹലോ, വെൽക്കം ടു കൃഷ്ണചാൻ സോട്ടോ വ്ളോഗ്. ഇന്ന് നമ്മുടെ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഇലക്ട്രിക് വെഹിക്കിൾസ്. ഏത് കാർ എടുക്കണം എന്ന് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനുള്ള സംഭവമാണ്. മാത്രമല്ല ഏത് വേരിയൻ്റ് എടുക്കണം എന്നും കൂടി ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട്. മാത്രമല്ല ഞാൻ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏത് വണ്ടി എന്തുകൊണ്ടാണ് എടുത്തതെന്നും കൂടെ ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ പറയുന്ന ആ ഒരു ഡേറ്റ വെച്ച് നിങ്ങൾക്കും തീരുമാനിക്കാം താങ്കൾ ഏത് വണ്ടി എടുക്കണമെന്നുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്, ചോയ്സുകൾ ഡിഫറൻ്റ് ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ആവശ്യകതകൾ വ്യത്യാസമാണ് അല്ലേ. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഡേറ്റാസ് എല്ലാം നിങ്ങളൊന്ന് നോക്കുക, അതിൽ നിന്ന് പഠിക്കുക, എങ്ങനെ വേണമെന്ന് പ്ലാൻ ചെയ്യുക. ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ചൂസ് ചെയ്തെന്നുള്ള പറയാം. എനിക്ക് വണ്ടി കിട്ടിയിട്ടില്ല, അണ്ടർ ബുക്കിങ്ങിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു ഇലക്ട്രിക് വെഹിക്കിളിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ E20 പെട്രോളൊക്കെ ഇപ്പോൾ കണ്ടമാനം ഇപ്പം വന്നിരിക്കുകയാണ്. അപ്പോൾ E20 പെട്രോൾ വരുന്നതുകൊണ്ട് തന്നെ ആ പ്രോബ്ലം എന്ന് പറയുന്നത് എൻ്റെ ഫ്യൂൽ പമ്പിൽ ഇഞ്ചക്ടേഴ്സിനുമൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് കൂടുതൽ ഫീഡ്ബാക്കുകൾ വരുന്നത്. എന്നിരുന്നാൽ പോലും 2023 അതിന് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള എൻജിൻസും സെറ്റപ്സും ഒക്കെ വരുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എനിക്കും അതുപോലെ തന്നെ അറിയാവുന്നതാണ്. പല ആൾക്കാരും എൻ്റെ ഇതിൻ്റെയൊക്കെ അടി വന്ന് ചെറുപറ കമൻസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വന്ന് ഇലക്ട്രിക് വെഹിക്കിൾ, ഹൈഡ്രജൻ വണ്ടികൾ, ഹൈബ്രിഡ് വണ്ടികളൊക്കെ ഇപ്പോഴത്തെ ആ ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇലക്ട്രിക് വെഹിക്കിൾ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ആ ഒരു അപ്ഡേറ്റുകൾ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ വണ്ടികളിലേക്ക് വരികയാണ് തിയാഗോ EV. വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് ദാറ്റ് യു ക്യാൻ ടേക്ക് ഫോർ കൺസിഡറേഷൻ ടാറ്റ തിയാഗോ ആണ് ഞാൻ പറയുന്ന സജഷൻ. ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ നമുക്ക് അവൈലബിൾ ആകുന്നൊരു വണ്ടി നിലവിലില്ല. ഇറ്റ്സ് അപ്കമിങ് മാരുതി സുസുക്കിയുടെ നമ്മുടെ ഏറ്റവും പുതിയ വണ്ടികൾ ഒക്കെ ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ ഹാഷ് ബാക്കിലൊക്കെ വരുന്നുണ്ട്. അത് ഇഗ്നിസിൻ്റെ ഇലക്ട്രിക് വരുന്നുണ്ട് എന്നറിയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇന്ന് നമ്മുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ്, ഏകദേശം മിഡ് ബഡ്ജറ്റ് റേറ്റിൽ ഏതൊക്കെ വണ്ടിയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ രണ്ട് ഓപ്ഷൻസിലാണ് അത് വരിക. ടാറ്റ പഞ്ച് EV 30 and 40 കിലോവാട്ടിൽ അവൈലബിൾ ആണ്. മാത്രമല്ല കിയ സിറോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വണ്ടിയാണ്. അതിനകത്ത് 2 കിലോവാട്ടിൽ അവൈലബിൾ ആണ്, 42 and 52 കിലോവാട്ട്. അപ്പോൾ കിയ സിറോസിൻ്റെ പുതിയ ഒരു യുഗം വരാൻ പോവുകയാണ്. കിയ സിറോസ്. കിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻ്റർനാഷണൽ ലെവൽ ഓഫ് ബ്രാൻഡിങ്, കൊറിയൻ അഫിലിയേഷനുള്ള രീതിയിലുള്ള വന്നിട്ടുള്ള ബ്രാൻഡും കൂടെയാണ് നമ്മുടെ ടാറ്റ എന്ന് പറയുന്നത്. നമ്മുടെ ഓൺ ഇന്ത്യൻ ബ്രാൻഡ് തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ കിയ സിറോസിൻ്റെ കാര്യങ്ങളെല്ലാം ബുക്കിംഗ് എല്ലാം ഓൾമോസ്റ്റ് സ്റ്റാർട്ടാകാൻ പോവുകയാണ്. ഓണത്തിന് ഡെലിവറീസ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആകാൻ പോകുന്നതാണ്. അപ്പം നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉടനെ തന്നെ ഇപ്പം ഷോറൂംസിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടുകയാണ്. അതുപോലെ തന്നെ ടാറ്റ ആൻഡ് കിയ സിറോസ് തമ്മിലുള്ള കമ്പാരിസൺ നോക്കാം. അതിനകത്ത് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ടാറ്റ അറിയാലോ, ടാറ്റ പഞ്ച് ഇസ് എ ഇന്ത്യൻ വെഹിക്കിൾ. കിയ സിറോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു കൊറിയൻ ഇത് വരുന്ന വണ്ടിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കിലോവാട്ടിൽ ഏതൊക്കെ അവൈലബിൾ. ടാറ്റ പഞ്ചിൽ 30 and 40 കിലോവാട്ടിൽ അവൈലബിൾ ആണ്. മറ്റേത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 42 and 52 കിലോവാട്ട്. മാത്രമല്ല പിന്നെ നമുക്ക് റേഞ്ചിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിയ പഞ്ച് EVയിലേക്ക് 468 കിലോമീറ്റർ വരെ നമുക്ക് ക്ലെയിം റേഞ്ച് നമുക്ക് പറയുന്നുണ്ട്. നമുക്ക് എന്നിരുന്നാലും റിയൽ റേഞ്ച് ഏകദേശം ഒരു 3 ആ ഒരു ഇത്രയും റേഞ്ച് പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ഒരു 360-370 വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അതേസമയത്ത് മറ്റേ വണ്ടി 42 കിലോവാട്ടുള്ള 440, മറ്റത് 526 ഒക്കെ ഏകദേശം നമുക്ക് നമ്മുടെ കിയ വണ്ടികളിൽ കിട്ടുന്നു. ഫാസ്റ്റ് ചാർജിങ് എല്ലാത്തിലും അവൈലബിൾ ആണ്. ഇപ്പോൾ പഞ്ചിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10 to 80% ഏകദേശം 56 മിനിറ്റിനുള്ളിൽ ചാർജ് ചെയ്യും. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് അതൊക്കെ കാര്യത്തിലൊക്കെ സിമിലറാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പഞ്ച് ഏത് രീതിയിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയുന്നുണ്ട്. വീണ്ടും കമ്പാരിസണിലേക്ക് വരികയാണ്. നമ്മുടെ പഞ്ച് EV ആൻഡ് കിയ സിറോസ് വെച്ച് കമ്പാരിസൺ നടത്താൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 360 ഡിഗ്രി ക്യാമറ, അഡാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 360 ഡിഗ്രി ക്യാമറ രണ്ട് വണ്ടിക്കും അവൈലബിൾ ആണ്. അഡാസ് ഫീച്ചേഴ്സ് നമുക്ക് പഞ്ചിന് അവൈലബിൾ അല്ല, അതേസമയത്ത് കിയയ്ക്ക് അവൈലബിൾ ആണ്. മാത്രമല്ല ബൂട്ട് സ്പേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 360 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് നമുക്ക്
പഞ്ചിൽ അവൈലബിൾ ആണ്. അതേസമയത്ത് നമ്മുടെ കിയ സിറോസിൽ 465 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് അവൈലബിൾ ആണ്. ഉറപ്പായിട്ടും പഞ്ചിനേക്കാളും കൂടുതലാണ്. മാത്രമല്ല ക്യാബിൻ സ്പേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ച് സ്പേസ് ഈസ് ഗുഡ്. അതേസമയത്ത് നമ്മുടെ സിറോസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്യാബിൻ സ്പേസ് കൂടുതലാണ്. ഇറ്റ്സ് എക്സലൻറ്റ് എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ വണ്ടിയുടെ തമ്മിലെ പ്രൈസ് ഡിഫറൻസ് എല്ലാം നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും കിയ സിറോസിന് പഞ്ചിനേക്കാളും പ്രൈസ് കൂടുതലാണ്. അപ്പോൾ അതെല്ലാം ഞാൻ പറയാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചിൻ്റെ പ്രൈസ് ഞാൻ പറയുന്നുണ്ട്. ഇതാണ് കമ്പാരിസൺ വരുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ച് EV എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വെഹിക്കിളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് പഞ്ചിനുണ്ട്. ക്യാബിൻ സ്പേസ് എന്ന് പറയുന്നത് എപ്പോഴും സിറോസ് EVക്കാണ് കൂടുതൽ വരിക. ലോങ്ങർ വീൽ ബേസ് വരുന്നുണ്ട്. പ്രീമിയം ഫീച്ചേഴ്സ് വരുന്നതെല്ലാം സിറോസിന് തന്നെയാണ്. പക്ഷേ പഞ്ച് EV ഓഫേഴ്സ് എക്സലൻറ്റ് വാല്യൂ ഫോർ പ്രൈസ്. ആ ഒരു പ്രൈസിനനുസരിച്ചിട്ട് നമുക്കൊരു പ്രൈസിനൊത്ത വണ്ടി എന്ന് പറയുന്നത് അത് തന്നെയാണ്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡറബിളി മോർ അഫോർഡബിൾ എന്ന് വേണം പറയാൻ. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയാനായിട്ട്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിലാണെന്നുണ്ടെങ്കിലും വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറോസ് നമുക്ക് ഓൾറെഡി ആ ടൈമിലേക്ക് നമുക്ക് വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യാം. സോ കിയയുടെ തന്നെ നോർമലി പറയുകയാണെന്നുണ്ടെങ്കിൽ EVയുടെ വെച്ചുകൊണ്ട് ഞാൻ പറയാനല്ല, നോർമലി കിയ excels in refined engine, premium interiors features, while Tata stand out for robust safety rating, muscular SUV design, strong electric vehicle. ഈ ഒരൊറ്റ കേസ് കൊണ്ട് തന്നെയാണ്, സ്ട്രോങ് ഇലക്ട്രിക് വെഹിക്കിളാണെന്നുള്ള കേസ് കൊണ്ട് തന്നെയാണ് പല ആൾക്കാർ ഈ വണ്ടി എടുക്കുന്നത് തന്നെ. ഇതെല്ലാം നമുക്കറിയാമെങ്കിൽ പോലും വണ്ടിയുടെ പ്രൈസ് അറിയണം അല്ലേ? അപ്പോൾ വണ്ടിയുടെ പ്രൈസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചിൻ്റെയാണ് ഞാൻ പറയുന്നത്. സ്മാർട്ട് 30 kW. അത് പൊതുവെ അതിൻ്റെ ഓട്ടം കുറവാണ്. എന്നാൽ പോലും 10,57,000 ആ ഒരു ചിലവാനമാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത്. അതേസമയത്ത് 40 kW ഏറ്റവും കൂടുതൽ മോഡൽ പോകുന്ന സ്മാർട്ട് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് വരുന്നത് 12,22,580. റീസെൻ്റായിട്ട് 12,000 റുപ്പീസാണ് കൂടിയിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഇന്നത്തെ അപ്ഡേഷനാണ് ഞാൻ പറയുന്നത്. അഡ്വഞ്ചർ 14 13,3835. എംപവേർഡ് എന്ന് പറഞ്ഞ വണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം. 13,85,119. എംപവേർഡ് പ്ലസ് 40 14,76,330. അതിനൊക്കെ സൺറൂഫ് വരെ വരുന്ന ഒരു വണ്ടിയും കൂടെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വിഷ്ണു എന്ന് പറഞ്ഞ ആളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ആളുടെ നമ്പറും കൂടെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഏത് വണ്ടിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളോട് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അബ്സല്യൂട്ട്ലി യെസ്, ഞാൻ പോയത് ആ ഒരു ഇന്ത്യൻ വെഹിക്കിളിലേക്കാണ്. അപ്പോൾ ടാറ്റ പഞ്ചാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. വേറൊന്നുമല്ല, ഞാൻ ഏറെ ഒരു സങ്കട അവസ്ഥയിലൂടെ കുറേ നാളുകളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. വേറൊന്നുമല്ല, എൻ്റെ വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയി. വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. എനിക്ക് നേരെ നിൽക്കാനൊന്നും പറ്റുന്ന സിറ്റുവേഷനിലൊന്നും ആയിരുന്നില്ല. പക്ഷേ എന്നാൽ പോലും ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. ആ വണ്ടി ടോട്ടൽ ലോസ് ആയിട്ടുണ്ട്. മാരുതി റിറ്റ്സാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഡീസലാണ്. എൻ്റെ ജോലിക്ക് അതാണ് എനിക്ക് പറ്റിയത്. പക്ഷേ എനിക്കൊരു രീതിയിലും പെട്രോൾ ഓടിച്ച് പോകാനുള്ള ഒരു അവസ്ഥയിലല്ല ഉള്ളത്. അപ്പോൾ ആ പെട്രോൾ അടിക്കുന്ന പൈസ കൊണ്ട് ഞാൻ EMI അടയ്ക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. റിസ്ക് ആയിരിക്കാം. പക്ഷേ ഞാൻ എടുക്കാൻ പോകുന്നത് പഞ്ച് EV ആണ്. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന മോഡൽ അഡ്വഞ്ചർ എന്ന് പറഞ്ഞ മോഡലാണ്. അഡ്വഞ്ചർ 40 kW ആണ്. എന്തുകൊണ്ടാണ് പറഞ്ഞുതരാം. എന്തൊക്കെ കൺസിഡറേഷൻ കൊണ്ടാണ് നമ്മൾ വണ്ടി സെലക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്ന പല കാര്യങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ചെയ്യാൻ എളുപ്പം. എൻ്റെ വീടിൻ്റെ അടുത്ത് എനിക്ക് ഏറ്റവും പെട്ടെന്ന് സർവീസ് ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡ് ഏതാണ്? അത് മാത്രമല്ല, എൻ്റെ പർപ്പസ് എന്താണ്? എനിക്ക് സേഫ്റ്റി ആണോ മുഖ്യം? അത് ഞാൻ നോക്കും. പിന്നെ മാത്രമല്ല, ഞാൻ എടുക്കുന്ന വണ്ടിക്ക് എൻ്റെ ബാറ്ററി ലൈഫ് ടൈം വാറണ്ടി ഉണ്ടോ? കാരണം ഞാൻ എടുത്താലും എനിക്ക് നഷ്ടം വരുമോ എന്നുള്ള കാര്യം. പിന്നെ മാത്രമല്ല, ചില ബ്രാൻഡുകൾ ബൈ ബാക്ക് ചെയ്യും അല്ലേ? അപ്പോൾ ഞാൻ ഈ കൺസിഡറേഷൻ വെച്ചിട്ട് ഞാൻ ഈ രണ്ട് വണ്ടികളെക്കുറിച്ചൊന്ന് പറയാം. ടാറ്റ പഞ്ചിനെ സംബന്ധിച്ചിട്ട് വണ്ടി എൻ്റെ ഒരു ആംഗിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി വളരെ സേഫായിട്ട്, അപ്പോൾ എനിക്ക് ആ രീതിയിൽ അത് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം കൂടുതൽ യാത്രയുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഞാനിപ്പോൾ എൻ്റെ സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വണ്ടിയുടെ ക്വാളിറ്റിയാണ്. കാരണം ഞാൻ ഓൾറെഡി ഒരു ആക്സിഡൻറ്റ് ഫേസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് വണ്ടിയുടെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ കിയേക്കാൾ കൂടുതൽ ട്രസ്റ്റ് കൊടുക്കുന്നത് ഞാൻ ടാറ്റ പഞ്ച്. ഒറ്റ കൺസിഡറേഷൻ കൊണ്ട് മാത്രമാണ് ഞാൻ അതിലേക്ക് വന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വില തന്നെയാണ്. കാരണം വാല്യൂ ഫോർ മണി വെഹിക്കിൾ ആ ഒരു ബഡ്ജറ്റിൽ ഇത്രയും ക്വാളിറ്റിയുള്ള വണ്ടി കിട്ടാൻ വേറെയില്ല.
കിയ സിറോസിലേക്കും പഞ്ചിലേക്കുമുള്ള ബാക്കി കോൺസെപ്റ്റ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിയ സിറോസിന് ഒരു അഡ്വാൻറ്റേജുകളൊക്കെ ഉണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ്, നേരത്തെ പറഞ്ഞുള്ള കാര്യങ്ങൾ തന്നെ. ബാറ്ററി വാറണ്ടിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വണ്ടിക്കും ലൈഫ് ടൈം വാറണ്ടി കിട്ടുമെന്നുള്ളത്. പിന്നെ മാത്രമല്ല നമ്മുടെ കിയ സിറോസിന് ഒരു ബൈബാക്ക് സ്കീമൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡൗട്ടുള്ള ഒരു താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ ബൈബാക്ക് സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അവർ തിരിച്ചെടുക്കുന്നത് ഇത്ര രൂപയ്ക്ക് തിരിച്ചെടുക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. പഞ്ചിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം വാറണ്ടിയൊക്കെ അവൈലബിൾ ആണ്. പ്രിസ്മാറ്റിക് സെൽസ് വന്നിരിക്കുകയാണ്. അത് ഉറപ്പായിട്ടും നല്ലൊരു റേഞ്ച് നൽകുന്നു, ക്വാളിറ്റി നൽകുന്നു. നമുക്കത് റിപ്പയർ ചെയ്ത് കിട്ടും. ഇത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങൾ വരുന്നില്ല. റിപ്പയർ അവൈലബിൾ ആണ്, ചെയ്ത് കിട്ടിയവരും ഉണ്ട്, എനിക്കറിയാം. അപ്പോൾ അത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനത്തെ ടെൻഷനുകളൊന്നും വേണ്ട. വണ്ടി ഇത്ര വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി എന്തായി, ആ വണ്ടി ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് എത്തി. അപ്പോൾ ഒരു 1.5 ലക്ഷം കിലോമീറ്റർ. ഇപ്പോൾ ഫസ്റ്റ് ഓണറിന് ലൈഫ് ടൈം ബാറ്ററി വാറണ്ടിയാണ് അവൈലബിൾ ആവുക. നിങ്ങൾ സെക്കൻഡ് കൊടുത്തു എന്ന് കരുതുക, അതിന് 1.5 to 6 കിലോ 1.5 അല്ലെങ്കിൽ 1.6 ലാക്സ് വരെയുള്ള വാറണ്ടി, അല്ലെങ്കിൽ 8 വർഷം ആ ഒരു രീതിയിലാണ് വേണ്ടത്. അത് ഏതാണോ ആദ്യം വരുന്നത് അതനുസരിച്ച് നിങ്ങളുടെ വാറണ്ടി കട്ടാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും നല്ല ഇൻഷുറൻസ് ചൂസ് ചെയ്യുക, നല്ലൊരു വണ്ടി ചൂസ് ചെയ്യുക. അപ്പം 2 വണ്ടിയും ഭയങ്കര കോമ്പറ്റീഷനാണുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് പഞ്ചാണ്. പക്ഷേ പഞ്ചിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം 3 മാസത്തോളം ബുക്കിംഗ് ആണെന്നുള്ളതാണ്. 3 മാസം കഴിഞ്ഞിട്ടും കിട്ടാത്ത ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ജസ്റ്റ് ഞാൻ സെലക്ട് ചെയ്ത അഡ്വഞ്ചറാണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ അഡ്വഞ്ചർ ചൂസ് ചെയ്യുമെന്നുള്ളത് തന്നെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ വണ്ടി ആയിട്ട് ബേസ് വേരിയൻ്റ് അല്ലാതെ നോക്കുമ്പോൾ തന്നെ വണ്ടിക്ക് ഒത്തിരി മാറ്റങ്ങൾ വണ്ടിക്കുണ്ട്. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബോഡി കളറായിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ്. റിക്വസ്റ്റ് ബട്ടൺ അവൈലബിൾ ആണ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് അവൈലബിൾ ആണ്. മാത്രമല്ല വണ്ടിക്ക് നമുക്ക് എന്താ പറയുക, നല്ലൊരു ചാർജ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. പഞ്ച് EV മാത്രമല്ല വണ്ടിക്ക് ബാക്ക് റിയൽ ടെയിൽ ലാംപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കണക്റ്റഡ് ടെയിൽ ലാംപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ഇലൂമിനേറ്റർ അല്ലെങ്കിൽ പോലും കണക്റ്റഡ് ടെയിൽ ലാംപ്സ് അവൈലബിൾ. അതിൻ്റെ ലുക്കിനെ വർദ്ധിപ്പിക്കുന്നു. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതേ സമയത്ത് നോക്കുകയാണെന്ന് ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണക്റ്റഡ് ഒരു ലാംപ്സ് തന്നെ വരുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ ഇലൂമിനേറ്റർ അല്ല, അതൊക്കെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കട്ട് ചെയ്തോളാം. പക്ഷേ എന്തായാലും അഡ്വഞ്ചറിന് ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. അല്ലാതുള്ള ഓട്ടോമാറ്റിക് AC, ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം എല്ലാം അവൈലബിൾ ആണ്. ആ സമയത്ത് ബേസ് വേരിയൻ്റിലൊന്നും ഇതൊന്നും ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ അത് അവൈലബിൾ അല്ല. അതേസമയത്ത് ബാക്കിയുള്ളതെല്ലാം നമുക്ക് നല്ല രീതിയിലുള്ള ബാക്കി എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടുന്നതാണ്. റാദർ ദാൻ ടോപ്പ് എൻഡിൽ വെച്ച് ഞാൻ കമ്പയർ ചെയ്തില്ല. പക്ഷെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ടോപ്പ് എൻഡ് എടുക്കണം. ടോപ്പ് എൻഡിൽ ഒന്നും അറിയാനില്ല, എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് 360 ഡിഗ്രി ക്യാമറ. അതൊന്നും നമുക്ക് ഇതിനകത്ത് അഡ്വഞ്ചറിൽ വരുന്നില്ല. അഡ്വഞ്ചറിൽ ജസ്റ്റ് നോർമൽ ഈ പറഞ്ഞ LED ലൈറ്റ്സ്, ഫോഗ് ലാംപ്സ് അവൈലബിൾ അല്ല ഉള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെയാണ് വരുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ബാക്കിയുള്ള ഫീച്ചറെന്ന് അഡ്വഞ്ചറിനെ നോക്കാം. അപ്പോൾ അഡ്വഞ്ചർ മോഡലിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് അവൈലബിൾ ആണ്, കീലെസ് എൻട്രി അവൈലബിൾ ആണ്, ക്രൂയിസ് കൺട്രോൾ അവൈലബിൾ ആണ്, ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ അവൈലബിൾ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സംഭവമാണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVM അവൈലബിൾ ആണ്. R16 ഹൈപ്പർ സ്റ്റൈൽ സ്റ്റീൽ വീൽസ് അവൈലബിൾ ആണ്. ഫോളോ മീ ഹെഡ്ലൈറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് അഡ്വഞ്ചറിൻ്റെ ഒരു സ്റ്റാർ അട്രാക്ഷൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെട്ടെന്ന് കരുതുകയാണ്. വേറൊന്നുമല്ല, നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ഈ ഒരു ഡേറ്റാസ് കിട്ടുമ്പോൾ ഉറപ്പായിട്ടും വലിയ റിലീഫാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈവൻ ഓൺ റോഡ് പ്രൈസ് വരെ അതിനകത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കിയ സിറോസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും 2 to 3 lakhs അല്ലെങ്കിൽ അപ് ടു 4 lakhs വരെ വ്യത്യാസം ഉണ്ടാവും. ഇത്ര എമൗണ്ട് കൂടുതലാണ്. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുന്നത്. ഉറപ്പായിട്ടും നമുക്ക് എമൗണ്ട് കൂടുന്തോറും ഫീച്ചേഴ്സ് കൂടുതൽ കിട്ടും. അഡാസ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ച് സ്റ്റാൻഡ് ഔട്ടാണ് ഫോർ ഇറ്റ്സ് പ്രൈസ്. ഭയങ്കര ബുക്കിങ്ങുമാണ്, അൺലിമിറ്റഡ് ബുക്കിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡേറ്റാസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞാനായിട്ട് വലിയ പരിചയവും കാര്യങ്ങളും ഒന്നും അദ്ദേഹമായിട്ടില്ല. അദ്ദേഹം ഉള്ള ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് മാത്രമാണ്. ജസ്റ്റ് ഞാൻ നമ്പർ നിങ്ങൾക്കൊന്ന് ഇൻഫർമേഷൻ തരാൻ വേണ്ടി തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും താങ്ക്സ് പറയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ഫ്രം കൃഷ്മ ചാൻ.